ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എവിടെ പോയെന്നായിരിക്കും അല്ലേ? ഞാനിവിടെ ഉണ്ട് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലെ വ്യൂ കണ്ടോ? ഞങ്ങളുടെ വീടിന്റെ ടെറസ് ആണ് കേട്ടോ ഇത്. അപ്പം നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നാൽ കാണുന്ന വ്യൂ ആണത്. ഒട്ടകത്തലമേട് എന്ന് പറയും സ്ഥലത്തിന്റെ പേര്. ഓക്കെ, അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലെ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഉപ്പിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടായിരുന്നു. ഓക്കെ, 3 തരം ഉപ്പിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ആ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓട്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഓട്സ് കഴിക്കാത്തവരാരും തന്നെ ഇല്ല അല്ലേ? ഓട്സ് കഴിക്കാത്തവരെന്നല്ല, കഴിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഓട്സ്. എല്ലാ വീടുകളിലും ഓട്സിന്റെ ഒരു പാക്കറ്റ് എങ്കിലും ഇല്ലാണ്ടിരിക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. ഓട്സ് കഴിച്ചിട്ടില്ല, ഇന്നവരെ ഞാൻ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പം ഓട്സിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. കാരണം ഇപ്പോഴും പലരും വീട്ടിൽ യൂസ് ചെയ്യുന്ന ഓട്സ് എന്ന് പറയുന്നത് ഒന്നും അറിയാണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈസി പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ഷുഗർ കുറയും, കൊളസ്ട്രോൾ കുറയും, വെയിറ്റ് ലോസിനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓട്സ് ഉണ്ടല്ലോ, അത് ശരിയായിട്ടുള്ള ഓട്സ് അല്ല. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്ന കാര്യം മറക്കണ്ട കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഓട്സ് എന്ന് പറയുന്ന സംഭവം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഓട്സ് പ്ലാന്റിൽ നിന്നാണ് കേട്ടോ. പലർക്കും അതും ഒരു ഡൗട്ട് ഉണ്ട്. വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഗോതമ്പിൽ നിന്നാണ് ഓട്സ് ഉണ്ടാക്കുന്നതെന്നൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, നമുക്ക് ഓട്സ് കിട്ടുന്നത് ഓട്സ് പ്ലാന്റിൽ നിന്നാണ്. അപ്പം മെയിൻ ആയിട്ട് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഓട്സ് പ്ലാന്റ് അല്ലെങ്കിൽ ഈ ഓട്സ് എന്ന് പറയുന്ന ഒരു കാലിത്തീറ്റയാണ് കേട്ടോ. ശരിക്കും നമ്മളുടെ ഉത്തർപ്രദേശിലും പഞ്ചാബിലും ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അവിടെ ഇത് കാലിത്തീറ്റയായിട്ടാണ് ഇവർ ഈ കൃഷി ചെയ്യുന്നത്. ഒരു വർഷത്തിൽ ഒരു 3 പ്രാവശ്യം വരെയൊക്കെ വിളവെടുക്കാം. അപ്പം നമ്മുടെ നെല്ലൊക്കെ നിൽക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. ഞാൻ അതിന്റെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു തരാവേ. വീഡിയോസ് ഒക്കെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തന്നേക്കാം. ഓക്കെ, അപ്പം നെല്ലൊക്കെ നിൽക്കുന്ന പോലെ തന്നെ ഇരിക്കും. വർഷത്തിൽ 3 പ്രാവശ്യം ഇത് വിളവെടുക്കാം. ഇത് വിളഞ്ഞു കഴിയുമ്പം ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഇത് അടി ചേർത്ത് ആണ് ഇത് വിളവെടുക്കുന്നത് കേട്ടോ. അടി ചേർത്ത് നമ്മൾ നെല്ലൊക്കെ കൊയ്യുന്ന പോലെ കൊയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ ഉണങ്ങി വീണ്ടും പ്രോസസ്സ് ചെയ്തെടുത്ത് നമുക്ക് കിട്ടുന്ന സംഭവമാണ് ഓട്സ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, നമ്മളെ വീടുകളിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഓട്സ് എന്ന് പറയുന്നത് ശരിയായിട്ടല്ലെങ്കിൽ ശരിക്കും ആ ഒരു പർപ്പസ് അറിയാണ്ടാണ് നമ്മൾ ഓട്സ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുടെയും വീട്ടിലിരിക്കുന്ന ഓട്സ് ഇൻസ്റ്റന്റ് ഓട്സ് അല്ലെങ്കിൽ ക്യുക്ക് ഓട്സ് അല്ലേ ഇരിക്കുന്നത്. നമുക്ക് പലതരത്തിലുള്ള ഓട്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം കൂടുതലായിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റീൽ കട്ട് ഓട്സ്, റോൾഡ് ഓട്സ്, ഈ ഇൻസ്റ്റന്റ് ഓട്സ്, അങ്ങനെയുള്ള 3 വെറൈറ്റിയാണ് നിലവിൽ നമുക്ക് കേരളത്തിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്, അതായത് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയാൻ കാരണം കൂടുതലും എല്ലാവരും ഓട്സ് ഉപയോഗിക്കുന്നത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവരൊക്കെയാണല്ലോ ഓട്സ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല ഓട്സ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് കേട്ടോ. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ് പ്രോസസ്സ് ചെയ്യാത്ത ഓട്സ് ആണ്. അതായത് ഇവര് ഈ പറയുന്ന പോലെ ഓട്സ് പ്ലാന്റിൽ നിന്നും ഓട്സ് എടുത്ത് അതിന്റെ ആ പുറമേയുള്ള തൊലിയൊക്കെ നീക്കം ചെയ്തിട്ട് ബ്രാനോടുകൂടി, അതായത് തവിടോട് കൂടിയിട്ടുള്ള ഓട്സ്, യാതൊരുവിധ പ്രോസസ്സിങ് നടക്കുന്നില്ല. കണ്ടാ നമ്മളുടെ ഈ ഒരു ഞുറുക്കുകോണം വെക്കിയില്ലേ, അതുപോലെ ഇരിക്കും. ഓക്കെ, ദെൻ കുറച്ച് വലിയ സീഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 1-2 പ്രാവശ്യം കട്ട് ചെയ്തിട്ട് ഒരു ഓട്സിനെയൊക്കെ 2-3 ആയിട്ട് കട്ട് ചെയ്ത്, അതുകൊണ്ടാണ് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്, അതുകൊണ്ടാണ് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് കഴിച്ചാലുണ്ടല്ലോ നമുക്ക് കുറെ അധികം നേരത്തേക്ക് വിശക്കത്തില്ല കേട്ടോ. ഇത് കുക്ക് ചെയ്യാനും കുറെ അധികം സമയം എടുക്കേ. അതായത് ഒരു 15 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെയൊക്കെ ഇത് കുക്ക് ചെയ്യാൻ സമയം എടുക്കും കേട്ടോ. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇത് കുക്ക് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട്. ഫുൾ ബ്രാനോടുകൂടി കിട്ടുന്നത് കൊണ്ട് ഇത് ദഹിക്കാൻ കുറച്ചധികം സമയം എടുക്കും. നമുക്ക് കുറച്ചധികം നേരത്തേക്ക് വിശക്കത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡി ഒരു നല്ലൊരു എമൗണ്ട് എനർജി ഇത് ദഹിക്കാൻ വേണ്ടി തന്നെ അതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു സ്റ്റീൽ കട്ട് ഓട്സ് ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് കിട്ടുന്നു. ഒന്നാമത്തെ കാര്യം വിശക്കത്തില്ല. ഇത് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഈ ഒരു ഓട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിശക്കത്തില്ല. അതുപോലെ തന്നെ നമുക്ക് കുറെ അധികം എനർജി ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു ദഹനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് വെയിറ്റ് ലോസ് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഇനം ഓട്സ് ആണ് റോൾഡ് ഓട്സ് എന്ന് പറയും കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റീൽ കട്ട് ഓട്സിനെ ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ട് ഒന്ന് ഫ്ലാറ്റൺ ചെയ്തെടുക്കുന്നതാണ്, അടിച്ചു പരത്തി നമുക്ക് തരുന്നതാണ് നമ്മളുടെ ഈ റോൾഡ് ഓട്സ് എന്ന് പറയുന്നത്. ഇതും തരക്കേടില്ല. നമുക്ക് ഈ സ്റ്റീൽ കട്ട് ഓട്സ് കിട്ടാത്തവർക്ക് ഈ പറയുന്ന പോലെ തന്നെ റോൾഡ് ഓട്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇതും കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ സമയം എടുക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതും ഈ പറയുന്ന പോലെ തന്നെ വെയിറ്റ് ലോസിനും ഡയബറ്റിസുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ നല്ലതാണ്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ആ ഒരു ടൈപ്പാണ് നമ്മുടെ എല്ലാ വീടുകളിൽ നിലവിലിരിക്കുന്നത്, ഇൻസ്റ്റന്റ് ഓട്സ് അല്ലെങ്കിൽ ക്യുക്ക് ഓട്സ്, അല്ലെങ്കിൽ പലതരം ഫ്ലേവർ ചേർന്ന ആ ഒരു ഓട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്ന് പറയുന്നത്
ഡയബറ്റീസുകാർക്കും കൊളസ്ട്രോളുകാർക്കും വെയിറ്റ് ലോസുകാർക്കും അത്ര നല്ലതല്ല കേട്ടോ. അപ്പൊ നമുക്കിപ്പോൾ പെട്ടെന്ന് ചിലർക്ക് ഒരു ഉദ്ദേശമേ ഉള്ളൂ, രാവിലെ ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ്, കാരണം ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അല്ലേ. എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് ഒക്കെ സമയം എടുക്കത്തുള്ളൂ ഇത് നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റന്റ് ഓട്സ് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഈ പറയുന്ന പോലെ പ്രോട്ടീനും മറ്റ് കാർബോഹൈഡ്രേറ്റും എനർജിയും ഒക്കെ ഈ 3 ഓട്സിലും ഏതാണ്ട് സെയിം ആണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പോലെ ഈ ചില പർട്ടിക്കുലർ അസുഖങ്ങൾക്ക് വേണ്ടി ഓട്സ് കഴിക്കുന്നവരുണ്ടല്ലോ, അവരോടാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അപ്പം മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? ഓക്കെ, അപ്പം ഇനി കറക്റ്റ് ആയിട്ടുള്ള ഓട്സ് മേടിച്ച് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കാര്യം കൂടെ മറക്കണ്ട കേട്ടോ. കാരണം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴേ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ എത്തത്തുള്ളൂ. അത് തീർച്ചയായിട്ടും ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക, പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തിട്ട് പോവുക കേട്ടോ. താങ്ക് യു സോ മച്ച്.